ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. ലെറ്റ്സ് സ്പിൽ സം ഹോട്ട് ടീ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രാഹുൽ ഈശ്വറിനെയും അദ്ദേഹത്തിന്റെ വൈഫിനെയും ഇവരുടെ ചില പ്രോബ്ലമാറ്റിക് ചിന്താഗതിയെയും കുറിച്ചാണ്. രാഹുൽ ഈശ്വർ എന്ന വ്യക്തി നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ സീക്കറാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതിന്റെ ഏത് പക്ഷം നിൽക്കുമ്പോഴാണ് തനിക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നത് എന്ന് നന്നായി അറിയാവുന്ന വ്യക്തി. ഇയാളുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും എല്ലാവർക്കും അംഗീകരിക്കാവുന്നതല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ മുതൽ ഡെയിലി തന്റെ ന്യൂസ് വാല്യൂ നിലനിർത്താൻ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു ഇയാൾ പറയാറുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ ടോപ്പിക് ഇതല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. രാഹുൽ ഈശ്വറിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലേഡി എന്ന തരത്തിലാണ് ദീപയുടെ പല നിലപാടുകളും. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ രാഹുൽ ഈശ്വറിന്റെ വൈഫിന്റെ ഇന്റർവ്യൂ കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാഹുൽ ഈശ്വർ പറഞ്ഞതിനേക്കാളും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കക്ഷി പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് സ്ത്രീക്കും പുരുഷനുമുള്ള സ്വാതന്ത്ര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വേണം എന്നുള്ളതാണ്. സോ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇന്ത്യയിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള കാര്യമുണ്ടെങ്കിലും സ്ത്രീക്കും പുരുഷനുമുള്ള സ്വാതന്ത്ര്യം പല കാര്യങ്ങളിലും റെസ്ട്രിക്റ്റഡ് ആണ്. ഈ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. ഇതെല്ലാം പോട്ടെ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇതുകൂടാതെ ഫ്രീഡത്തോട് തനിക്ക് എതിർപ്പാണ് എന്ന് ഈ കക്ഷി പറയുന്നുണ്ട്. അത് ഫ്രീഡത്തോടുള്ള എതിർപ്പല്ല, മറിച്ച് സ്വന്തം ഭർത്താവിനെ വെള്ളപൂശാനായി കാണിക്കുന്ന വ്യഗ്രതയായാണ് മനസ്സിലാകുന്നത്. ഈ കപ്പിൾസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ആളുകളുടെ വസ്ത്രധാരണമാണ്. ഇവരുടെ കാഴ്ചപ്പാടിനും ടോക്സിക് ചിന്താഗതിക്കും അനുസരിച്ചാകണം ഓരോ പൗരനും വസ്ത്രധാരണം നടത്തേണ്ടത്. ഈ കാഴ്ചപ്പാടിൽ എവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം മാനിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇവർ പറയുന്ന കാര്യമാണ് സ്ത്രീകൾ കെയർ ചെയ്യപ്പെടേണ്ടവരാണ് എന്നുള്ളത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇത് അവർ പറയുന്നത് സ്ത്രീകളോടുള്ള കരുതൽ കൊണ്ടാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. അല്ല, അവർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുരുഷനൊപ്പം സ്ത്രീക്ക് ശക്തിയില്ലെന്നും ഇക്വാലിറ്റി വേണ്ട എന്നുമുള്ള കാര്യമാണ്. സോ ഞാനിവിടെ പ്രിയങ്ക ചോപ്ര ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Please answer it. Okay. Because physiologically men and women are different, sir. There is no debate about it. Equality is not about Oh my God, this is so basic. We have to get into it. Okay, when we talk about equality and opportunity, we talk about cerebral opportunity. We are not saying I want to be able to be 200 pounds like a man and beat the shit out of somebody else. We're not saying that. We're saying you get the ability to get the job, to be the CEO, and nobody questions when you're driven at 50 and have 3 children, how you're managing it all. Don't question me. That's what I'm saying. I can be a CEO and a mother. Like she said, ഇവിടെ ആരും സ്ത്രീകൾ പുരുഷനൊപ്പം ബയോളജിക്കലി ഈക്വൽ ആണെന്ന് പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് സെറിബ്രൽ ഓപ്പർച്യൂണിറ്റി ഈക്വലായി വേണമെന്നുള്ളതാണ്. ഇനി പറയുന്ന കാര്യം, തനിക്കൊരു മകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവളോട് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വളരാൻ പ്രേരിപ്പിക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലൈക്ക് റിയലി ഗേൾ ചൈൽഡ് മാത്രം സൊസൈറ്റിയെ പ്ലീസ് ചെയ്ത് ജീവിക്കണമെന്നും പെൺകുട്ടികളാണ് എന്തിനും സൂക്ഷിക്കേണ്ടത് എന്നും പറഞ്ഞു വളർത്തുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ മദറായ ദീപയുടെ ടോക്സിക് പാരന്റിങ്ങിൽ വളരുന്ന കുട്ടികളുടെ കാര്യം വളരെ പതറ്റിക് ആണ്. സ്ത്രീകളാണ് എന്തിനും ഏതിനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികളെ വളരാൻ അവരെ ഇത്തരം പാരന്റ്സ് പഠിപ്പിക്കും. ഈ കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് റേപ്പ് കേസിൽ വിക്ടിം ബ്ലെയിം ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയി തോന്നിയത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മോളുണ്ടെങ്കിൽ മോളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോളെ നിനക്ക് അഴകായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ അഴകിനെ അങ്ങനെ കാത്തു സൂക്ഷിക്കുക. ഐ ഡോണ്ട് നോ വാട്ട് ദ ഹെക്ക് ഷീ ഈസ് സേയിങ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം, അതാണ് അവളുടെ എല്ലാം എന്ന തരത്തിൽ ഒരു കുഞ്ഞു കുട്ടിയോട് പറഞ്ഞ് മുഖത്ത് വരുന്ന ചെറിയ പിമ്പിള് പോലും അവളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. ആൻഡ് ഇൻസെക്യൂരിറ്റി ഓൾവേസ് സക്സ്. ഇവിടെ ഇവർ ബോഡി ഷെയ്മിങ്, സ്ലട്ട് ഷെയ്മിങ്, വിക്ടിം ബ്ലെയിമിങ്, ഫേക്ക് മൊറാലിറ്റി മുതലായ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവർ വളരെ മാന്യമായാണ് വസ്ത്രം ധരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു അസോൾട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. ദിസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഈസ് റിയലി പത്തറ്റിക്. ഇവിടെ അവർ അറിഞ്ഞോ അറിയാതെയോ ബ്ലെയിം ചെയ്യുന്നത് സെക്ഷൽ അസോൾട്ട് നേരിട്ടിട്ടുള്ള വ്യക്തികളെയാണ്. അവർ അവരുടെ ഹസ്ബൻഡിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള വ്യഗ്രതയിൽ ഹ്യൂമാനിറ്റി എന്ന കാര്യം പോലും കൺസിഡർ ചെയ്യുന്നില്ല. അവരുടെ പ്രൊവോക്കേറ്റിംഗ് ഡ്രസ്സിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളുടെ വസ്ത്രധാരണം മറ്റൊരാളെ പ്രൊവോക്ക് ആക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റപ്പെടുത്തേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ആ പ്രൊവോക്ക് ആയ വ്യക്തിയെയാണ്. ഇവിടെ ദീപ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ പുരുഷന്മാരെല്ലാം ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണെന്ന്. ഇവരെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ആരും ഈ ഒരു വസ്തുത മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം ദീപയോ രാഹുലോ അല്ല, ഇവരുടെ ചിന്താഗതി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം വിഡ്ഢികളാണ്. ഈ ദമ്പതികളോട് പറയാനുള്ളത്, അറിവില്ലായ്മ ഒരു കുറ്റമല്ല, ബട്ട് അതൊരു ആഭൂഷണമായി കൊണ്ട് നടക്കരുത്. ഇവരെ പറഞ്ഞു തിരുത്തുന്നത് നടക്കുന്ന കാര്യമല്ല. സോ ഈ മെയ്ഡ് ഫോർ ഈച്ച് ദ കപ്പിൾ അവരുടെ ചിന്താഗതിക്കൊത്ത് ജീവിച്ചോട്ടെ. ഓൺലി തിങ് ഈസ് ഡു നോട്ട് ഡിസ്റ്റർബ് ദം ആൻഡ് ഡു നോട്ട് ഫോളോ ദം. ഈ ഒരു വീഡിയോ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. That's it for the video. If you like this video, please do like, comment and share.
For more videos, do subscribe and enable the bell button. Thank you.